നീ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞു. കഥക് തുറന്നു വിടാൻ ആദേശ് ഇവൾക്ക് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നോ എന്നാലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കാണ്. ഒരു കാര്യം ചെയ്യും, ഞാൻ പുറത്ത് കിടന്നോളാം, നീ ഇവിടെ കിടന്നോ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ആദേശിനെ ഗുള്ളു എൻ്റെ കൈയോടെ പൊക്കി. പിന്നെ അവിടെ കിടന്ന് ഉരുണ്ടു പറഞ്ഞ് തിരിച്ച് റൂമിലേക്ക് തന്നെ കയറേണ്ടി വന്നു. എന്തു പറ്റി? അത് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ആൻറ്റി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തു ചെയ്യും? ഒരു കാര്യം ചെയ്യും, നീ ബെഡിൽ കിടക്കാൻ, ഞാൻ നിലത്ത് കിടന്നോളാം. അത് വേണ്ട, ഞാനിവിടെ കിടന്നോളാം. നീ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്തതല്ലേ, നീ കട്ടിലിൽ കിടന്നോ. നീ എന്നെ പറ്റി ഓർത്ത് പറയിടാവണ്ട, ബെഡിൽ കയറി കിടക്കാൻ നോക്ക്. നീ എന്തായാലും ഇവിടെ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു കാര്യം ചെയ്യും, നീ അങ്ങേ മൂല കിടന്നോ, ഞാൻ ഇങ്ങേ മൂലയില്. ബെഡിൽ കിടക്കാൻ സമ്മതിച്ചതിന് പ്രത്യുപകാരമായി ദാനശീലനായ ആദേശ് അവൾക്ക് പില്ലോ കൊടുത്ത് വീണ്ടും ഒരു നന്മമരമായി. ഈ സമയം ബറാത്ത് ബിന്നാസിനോട് ഭയങ്കര സന്തോഷമായി കടങ്ങളൊക്കെ അടച്ചു തീർത്ത കാര്യം പറയാണ്. എവിടുന്നാണ് ഇത്രയും പണം കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ ഇത്തവണ ആ ക്രെഡിറ്റ് അവൻ കൊടുത്തത് സ്റ്റോക്ക് മാർക്കറ്റിനാണ്. കടങ്ങളെല്ലാം തീർന്നു എന്നറിഞ്ഞ് ബിന്നാസിന്റെയും ചീച്ചക്കിന്റെയും സന്തോഷം പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. പക്ഷെ ബറാത്തിന്റെ മുഖഭാവം കണ്ടാലറിയാം വേറെ എന്തോ വലിയ വള്ളി പിടിച്ചിട്ടുള്ള ഇരിപ്പാണെന്ന്. തലേ ദിവസത്തെ അങ്ങേ മൂല ഇങ്ങേ മൂലയൊക്കെ പോയി ഉരുണ്ട് രണ്ടുപേരും രാവിലെ ആയപ്പോൾ അടുത്തടുത്താണ് കിടക്കുന്നത്. ഈ കണി ആദ്യം കണ്ടു ഞെട്ടുന്നത് ആദേശാണ്. പക്ഷെ കുറച്ചു കഴിഞ്ഞ് മെർജാൻ ഇത് കണ്ട ഞെട്ടിയ ഇമ്പാക്റ്റിന് ആദേശം നേരെ ചവിട്ട് നിലത്തിട്ടു. നീ എന്നെ ചവിട്ട് താഴെയിട്ടോ? അത് ഞാനൊരു സ്വപ്നം കണ്ടതാ. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് രാവിലെ അവളോട് ഓടി രക്ഷപ്പെട്ടു. ഫ്രഷായി താഴെ ഇറങ്ങി ഗുള്ളു ആന്റിയുടെയും ധർമ്മസംഘടനയും കൂടെ വീട്ടുജോലികളിൽ അവരും ചേരുകയാണ്. മെർജാനെ ഹെൽപ്പ് ചെയ്യാൻ ആദേശമുണ്ട്. അസ്ലി ഈ സമയം തലേദിവസം നെസർ കാണിച്ച ആ ഫോട്ടോ മുസയാനത്തിനെയും കാണിച്ച് അവരുടെ സമാധാനം കൂടെ കളഞ്ഞു. ഫോട്ടോ അയച്ച മഹാൻ നെസർ ആയതുകൊണ്ട് അവന്റെ കൂടെയുള്ള കൂട്ടി ഇതോടെ നിർത്തിക്കോണമെന്ന് മുസയാന അവളെ വാൺ ചെയ്യുന്നുണ്ടെങ്കിലും അസ്ലി അത് കേൾക്കുന്നില്ല. ഗുള്ളു ആൻറ്റി ഈ സമയം മർജാനെ ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയാണ്. ആദേശ് തൊട്ടിപ്പുറത്ത് വിറക് വെട്ടുന്നുണ്ട്. നീ എപ്പോഴും ഇങ്ങനെ തിരിഞ്ഞു നോക്കണമെന്നില്ല, അവൻ അവിടെ തന്നെ ഉണ്ട്. ഞങ്ങളാരും നിന്റെ കെട്ടിയവനെ മോഷ്ടിച്ചോണ്ടൊന്നും പോയിട്ടില്ല. ചീച്ചക്ക് മാലിക്ക് ഒന്ന് ചില്ല് ചെയ്യാൻ പുറത്തിറങ്ങിയതാണ്. ബിന്നാസിനോട് കാര്യം അവതരിപ്പിക്കാൻ പോയിട്ട് 2 തവണയും പാളിപ്പോയ കാര്യം ഓർത്ത് അവർ വിഷമിക്കുകയാണ്. ആദേശിന് ഇപ്പൊ ഇടയ്ക്ക് മർജാനെ എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് സന്തോഷമുള്ളൊരു കാര്യമായി മാറി. കമ്പനിയിൽ ഈ സമയം ഡെമറ്റ് ടെൻഷനായി നെസറിനെ അന്വേഷിച്ചു വന്നതാണ്. ആന്റിയുടെ ഫുഡിന്റെ മണം കാരണം എന്റെ ഭാര്യയ്ക്ക് ഒരുപാട് വിശന്നും തോന്നല്ലോ. പതിയെ കഴിച്ചില്ല നിന്റെ വയർ അപ്സെറ്റ് ആവും. നേരെ പാത്രത്തെ നോക്കി കഴിക്കാനുള്ളതിന് ഇപ്പോഴും എന്റെ വായി നോക്കിയിരിക്കുക. നീ എന്തൊരു ഇടയ്ക്ക് കയറുന്നേ, അവള് കഴിക്കട്ടെ. അത് സമ്മതിച്ചു കൊടുക്കുമ്പോഴാണ് മർജാൻ കുറച്ചു മുന്നേ ഉണ്ടാക്കി അവളുടെ ഒരു ഗതികെട്ട ചപ്പാത്തി ഗുള്ളു ആന്റി അവനെ കൊടുക്കുന്നത്. അത് ഞാനുണ്ടാക്കിയതാ, നീ അത് കഴിക്കണമെന്നില്ല, വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അതൊന്നും കേൾക്കാതെ അവരത് കഴിച്ച് നല്ല അഭിപ്രായം പറയുന്നത് കേൾക്കുമ്പോൾ മർജാന് ഹാപ്പി ആവുന്നു. ഈ സമയം ബിന്നാസിന്റെ അടുത്ത് കാര്യം അവതരിപ്പിക്കാൻ ചീച്ചക്കും മാലിക്കും വീണ്ടും എത്തി. ഒന്നിപ്പഴിച്ച 3 കണക്ക്. പക്ഷെ എല്ലാ പ്രാവശ്യത്തെയും പോലെ വാ തുറക്കുന്നതിന് മുന്നേ ബറാത്ത് അടക്കേറി വന്ന് കൊളവാക്കി. കമ്പനിയിലേക്കെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങി അസ്ലയെ കാണാനില്ല എന്ന് പറഞ്ഞ് ജമാൽ ടെൻഷനാവുന്നു. ആദേശം മർജാൻ ഈ സമയം ധർമ്മസംഘങ്ങളുടെ 2 ചൂണ്ടയൊക്കെ മേടിച്ച് മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ്. മീൻ പിടുത്തതിന്റെ ABC പോലും അറിയത്തില്ലെങ്കിലും മർജാൻ അമ്മാതിരി തള്ളു തള്ളിയിട്ടാണ് ഈ വന്നിരിക്കുന്നത്. ഇവിടെ മീനൊന്നും ഇല്ലേ? ഇത് ഇന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലല്ലേ. കുറച്ചു നേരം കൂടെ ക്ഷമിക്ക്. അത്രയൊക്കെ പറഞ്ഞിട്ട് ഇനി എങ്ങനെ അങ്ങോട്ട് വെറും കൈയോടെ ചെല്ലും? നമുക്ക് നോക്കാന്നേ. നിന്റെ ഈ കാട്ടാൻ കണ്ടിട്ട് നേരത്തെ പറഞ്ഞാലേ മീൻ പിടിക്കാനൊന്നും അറിയാൻ തോന്നില്ലല്ലോ. പിന്നെ ഇപ്പൊ നോക്കിക്ക കിട്ടോ ഇല്ലയോന്ന്. അങ്ങനെ പൊട്ടന് ലോട്ടറി അടിച്ചു എന്ന് പറയുന്ന പോലെ 1.5 മണിക്കൂറത്തെ പ്രയത്നത്തിനൊടുവിൽ മർജാന്റെ ചൂണ്ടയിൽ ഒരു മീൻ കൊത്തി. കൊത്തിയ മീനിനെ വലിച്ചു കയറ്റാൻ ആദേശം അവളെ സഹായിക്കുന്നുണ്ട്.
ഇനി എന്ത് ചെയ്യും? നിനക്ക് മീൻ കിട്ടിയാ പോരെ, വഴിയുണ്ടാക്കാം. അങ്ങനെ രാത്രി നന്നായി വൈകിയാണ് മെർജാനും ആദേശം വീട്ടിലേക്ക് എത്തുന്നത്. മീൻ ഒരുപാട് കിട്ടിയെന്ന് തോന്നില്ല. പിന്നെ ഇനിയും കുറെ ഉണ്ടായിരുന്നു. ചുമക്കാൻ പാടായോണ്ട് കുറച്ച് മാർക്കറ്റിൽ കൊടുത്തതാ. ഇത് കേട്ടപ്പോൾ തന്നെ ചൂണ്ടയിടാൻ പോയിട്ട് ഒരു വാലുമാക്രയെ കൂടി കിട്ടിയില്ല എന്ന് അവർക്ക് നന്നായി മനസ്സിലായി. ഈ സമയം മുസൈനും പാർട്ടിയും മാൻഷനിൽ നിന്ന് പോയപ്പോൾ സമാധാനം തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് ഉള്ള സമയം ഹൈദറും നെർമനും അവിടെ ആസ്വദിച്ചിരിക്കുകയാണ്. കൊണ്ടുവന്ന മീനൊക്കെ കുക്ക് ചെയ്ത് പാട്ടൊക്കെ വെച്ച് സംസാരിച്ചിരിക്കുമ്പോഴാണ് ദൂരെ നിന്നവരെ പോയിന്റ് നിൽക്കുന്ന ഒരു ഗണ്ണ് കാണിക്കുന്നത്. വരാത്ത പിടിച്ച അടുത്ത വള്ളി ഇപ്പൊ അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മാലിക്ക് വന്ന് കാര്യം തിരക്കുമ്പോൾ കടം തിരിച്ചടയ്ക്കാൻ അവൻ ലോൺ ഷാർക്കിന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ച കാര്യം പറയുന്നു. ദുർമുസങ്ങൾ ഇട്ടുകൊടുത്ത പാട്ടിന് ആദേശം മറിച്ചാനും ഡാൻസ് ചെയ്യാണ്. അതിന്റെ ഇടയ്ക്കാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ മറിച്ചാന്റെ വെടിയേൽക്കുന്നത്. ഇത് കണ്ട ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ മരവിച്ച് നിൽക്കുന്ന ആദേശിനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ കൂടെയുള്ളത് ആഴ്ച കുട്ടി.